നമ്മൾ ഇനി ഒരു വാർത്തയിലേക്ക് പോകുന്നത് ഭിന്നശേഷിക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിടിലൻ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്സ് സെന്റർ. ഇന്ത്യൻ ഇതിഹാസം IM വിജയൻ നയിച്ച രാജ്യാന്തര താരങ്ങൾ ഉൾപ്പെട്ട സംഘത്തെ 5-5 എന്ന സ്കോറിൽ സമനിലയിൽ തളച്ചാണ് അവർ കോർട്ടിൽ ആവേശത്തുടക്കമിട്ടത്. മാജിക് സിറ്റി FC എന്നാണ് ടീമിന്റെ പേര്. ഒരു രസികൻ ഫുട്ബോൾ മത്സരം നടന്നു. അത് ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു. IM വിജയൻ ടീമും മാജിക് സിറ്റി ടീമും 5-5. അത് നമ്മുടെ VP ഷായിച്ചേട്ടനൊക്കെ ഇങ്ങനെ തളർന്ന് ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരോട് കളിച്ചിട്ട്? അല്ല, തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. വെച്ചാല് കുറച്ചുകൂടി എന്താണ് ഇത്രയും നന്നായിട്ട് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്നതും ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയതും ആ ഗ്രൗണ്ടിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് ഒരു എന്താണ് അവരുടെ സ്വപ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ടൂർണമെന്റുകളിൽ മെഡലുകളും ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കാൻ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ഒരു കളിയും കൂടി വെച്ചത്. തീർച്ചയായിട്ടും ഹാപ്പിയായിരുന്നു, വളരെ സന്തോഷം. വിജയേട്ടാ, ഇത് വിജയന്റെ പേരക്കുട്ടിയാട്ടോ. ഇത് 30ാമത്തെ വിവാഹ വാർഷികദിനമാണ് IM വിജയന്. അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? ഭയങ്കര രസം. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം നമ്മള് നല്ല ഇവരായിട്ട് കളിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ നല്ലൊരു ഫീലുണ്ട്, നല്ല കോൺഫിഡൻസ്. പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ചേട്ടന്റെ മിടുക്കാണ്. ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നുള്ളൊരു വ്യത്യാസം തോന്നിയോ കളിച്ചപ്പോൾ എപ്പോഴെങ്കിലും? ഇല്ല, അതൊരിക്കലും ഇല്ല. അവരെ കളിയാണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓരോ ഷോട്ട് എടുത്ത് ഇടുമ്പോ എന്താ അവരെ കളിയാണ്ട് തന്നെ നമുക്കറിയാം. അതിലൊരു കാരണം ചേട്ടനെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കുക, അവരുടെ ഒരു മെഡല് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിൽ പോവുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ടീമിൽ കയറി പോവുക, അറ്റ്ലീസ്റ്റ് ഒരു KPL ഒരാളെ ഇന്ന് കളിക്കാന്ന് പറഞ്ഞാൽ അതിലൊരു സന്തോഷമുണ്ട്. വന്നു കഴിഞ്ഞാൽ പ്രൗഡാണ്. നമുക്കും ചേട്ടനാണ് ഏറ്റവും വലിയ പ്രൗഡ്. ആസിഫ് സഹീർ, ആസിഫ് ഇങ്ങനെ പഴയ തീ പറന്ന നീക്കങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്ന് ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി നൽകിയ മുതുകാട് സാറിനും അതുപോലെ എല്ലാവർക്കും വിജയേട്ടനും എല്ലാവരോടും ഞാൻ നന്ദി പറയണം. കാരണം ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കളി കണ്ടപ്പോൾ മനസ്സിലായി എന്തൊരു ആക്റ്റീവായിട്ട് കളിക്കുന്ന അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയും കൂടി എല്ലാം കൊണ്ടും ഒരു പ്രചോദനമാകുന്ന ഒരു കളിയായി. പിന്നെ ഇതാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നമ്മളാൽ ഫുട്ബോളേഴ്സിന് ഏറ്റവും കൊടുക്കുന്ന ഗിഫ്റ്റ്. അതെ, പ്രചോദനം. ഇവർക്ക് പ്രചോദനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്റർനാഷണൽ സുരേഷേട്ടൻ എനിക്ക് എപ്പോ കണ്ടാലും കിലുക്കത്തിലെ വില്ലന്റെ ഓർമ്മ വരും. ഇല്ലേ, കിലുക്കത്തില് ഓർക്കണം ശരത് സക്സേന അല്ലേ, നമ്മുടെ ജഗതി മറ്റേ കട്ടിലേക്ക് കിടന്നിട്ട് ജഗട ആ ഒരു ലുക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? കൽക്കട്ട കളിച്ചോണ്ട് കുറച്ച് ഹിന്ദി അറിയാം, അതുകൊണ്ടാണ് ഓക്കെ. അതുപോലെ ഈ പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നായിരുന്നല്ലോ. ഇല്ല, നമ്മള് വന്ന് കളിച്ചു, ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം. എല്ലാരും പരിചയപ്പെടാൻ പറ്റി. നമുക്കൊക്കെ ദൈവം തന്ന ഒരു വരദാനമാണല്ലോ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് വരാൻ പറ്റി. ഇനി വിജയേട്ടനോടും പിന്നെ മുതുകാട് സാറിനോടും നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചതിനാണ്. നെൽസൺ ഭായ് എങ്ങനെയുണ്ടായിരുന്നു? തക്കുട് നിനക്ക് വേണോ? നമ്മൾ പല മാച്ചുകളും പല സ്ഥലത്തും കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. നമ്മുടെ എല്ലാവർക്കും മനസ്സിനൊരു എന്താ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടിയ എനർജി കിട്ടിയ പോലെ. ഇങ്ങനെ അതുപോലെ സുരേഷ് പറഞ്ഞ ഇങ്ങനെ ഒരു മാച്ച് സംഘടിപ്പിച്ച എല്ലാവർക്കും നമ്മുടെ നന്ദി. താങ്ക് യു. അപ്പൊ നൗഷാദ് ഭായ് ഒന്നും പറയാതിരിക്കില്ലേ? എനിക്ക് അതേപോലെ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു മാച്ച് കളിക്കാൻ കഴിഞ്ഞാൽ. ഒരു നല്ലൊരു അനുഭവമാണ് എന്തായാലും. അപ്പൊ ഈ മാച്ചിനെ തന്നെ ക്ഷണിച്ച വിജയേട്ടനും ബാക്കിയുള്ള എല്ലാ ടീമിലും ഷാജേട്ടനും ആസിഫ് സുരേഷ് അതുപോലെ നെൽസൺ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ ഇതിൽ ഉൾപ്പെടുത്തിന് ഈ മാച്ച് ഒരുപാട് സന്തോഷം. ഒരുപാട് ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ അതാണ് ഇവരുടെ എനർജി, ഇവരുടെ സൗഹൃദ കൂട്ടായ്മ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സംഘമാണ്. അതായത് ഈ ഇതുപോലുള്ള വേദികളിൽ ഇവരെല്ലാവരും ഒത്തുചേരും. അതൊരു സൗഹൃദത്തിന്റെ വല്ലാത്തൊരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതിൽ പലപ്പോഴും ഞാൻ പങ്കുചേരാറുണ്ട്. അത് എന്റെ സന്തോഷം കൂടിയാണ്. അതെന്ന് എല്ലാരും പറയാറുണ്ട് ഫുട്ബോളേഴ്സിന് അങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡാണ്. അല്ലടാ ഷാജി? മറ്റുള്ള ഒരു ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? വേറൊരു ഇവന്റെ കുറ്റം പറയല്ല, അവരിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു സൗഹൃദമല്ല, കൂട്ടായ്മ. അത് ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് എല്ലാവരും. നമ്മളെ എവിടെയും കളിയില്ലെന്ന് നിനക്കറിയാം, എവിടെയും കളിയിൽ നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാവും. അത് വിളിച്ചാൽ നമ്മുടെ കൂടെ വരാൻ അത്രയും ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ അവരോട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇവര് ഒറ്റയ്ക്കല്ല കേട്ടോ, ഇവരുടെ ഫാമിലി വൈസ് ആണ് ഇവിടെ വരിക. അതാണ് എല്ലാവരും ഭയങ്കര ഒരു സർക്കിളാണ്. എന്നാൽ ഈ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. മാജിക് സിറ്റി ടീമിന് വേണ്ടി അവർ ഗോൾ അടിച്ച് 5 ഗോൾ, അങ്ങനെ മനോഹരമായ കളിയായിരുന്നു. സോ വൈൻഡപ്പ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ബെൽദപ്പോൾ പുതുശ്ശേരി, News 18.
അതാണ്. അപ്പൊ എന്തായാലും വലിയ സന്തോഷത്തിലാണ്. ഈ ഭിന്നശേഷിക്കാരാണ് അവരെന്ന് തോന്നിയത് പോലും ഇല്ല കളി കണ്ടപ്പോ എന്നാണ് എം വിജയൻ പറഞ്ഞത്. അവർക്കതൊരു വലിയ അവാർഡ് പോലെയാണ് അല്ലെ?